ഓ, ഇയാളുടെ കവിതയ്ക്ക് വന്ന മാറ്റം കണ്ടില്ലേ, ഇപ്പൊ ഭയങ്കര എഴുത്താണ് കേട്ടോ. ജയകുമാറിന്റെ കവിതയൊക്കെ ഇപ്പൊ എന്താണ് എന്ന് പറയാനും കൂടെ ആളെ ഫേസ്ബുക്കിൽ വെക്കണം കേട്ടോ. വേറെ ഒറിജിനലായിട്ട് ആരും പറയില്ല, ആളെ വെക്കണം. ജയകുമാറിന്റെ കവിത ഗംഭീരമാണെന്ന് പറയാൻ ആളെ വെക്കണം. അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇപ്പോ പുതിയ താരോദയം സാഹിത്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് 100 എഡിഷനോ 150 എഡിഷനോ ഒക്കെ പുസ്തകം ഇറക്കാൻ ഒരു വിഷമവുമില്ല. പിന്നെ ഞാൻ വേറൊന്ന് പറഞ്ഞത് നിങ്ങൾ പിണങ്ങരുത്. മാനമര്യാദയായിട്ട് ജീവിക്കുന്നവർക്ക് അവരുടെ ആത്മകഥയൊന്നും എഴുതി അവിടെ ആർക്കും വേണ്ട, മനസ്സിലായില്ലേ? എൻ്റെയൊക്കെ ആത്മകഥ ആരെങ്കിലും വായിക്കും. ഞാൻ സർവീസിലിരുന്ന ആളല്ലേ, എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് കൊള്ളരുതായ്മ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സർവീസ് കണ്ടീഷൻസും റൂളും ഒക്കെ വെച്ചിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാനേ സാധിക്കൂ. അപ്പോൾ എൻ്റെ സർവീസ് സ്റ്റോറിയോ എൻ്റെ ആത്മകഥയോ ഇവിടെ ആരെങ്കിലും വായിക്കുമോ? അയ്യല്ല. അതിന് ഞാനൊരു കൊള്ളരുതാത്ത ജീവിതം നയിച്ചിരുന്നവനാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഞാനൊരു സബ്വേഴ്സീവ് റൈറ്ററായി തീരുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് നാട്യങ്ങളാൽ, നാട്യപ്രധാനം നഗരം ദരിദ്രം എന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇത്തരത്തിലുള്ള ഒരുപാട് നാഗരികതയുടെയും സാങ്കേതികതയുടെയും നാട്യങ്ങളാൽ സാഹിത്യം മലീമസമാകുന്നുണ്ടോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ജാഗ്രതയുടെ നാളം കൊളുത്തി വയ്ക്കാൻ ഈ കാഘാഗ സഹായിക്കുന്നുവെങ്കിൽ ഇത് ഒരു വളരെ വലിയൊരു സാംസ്കാരിക പ്രവർത്തനമായി ഞാൻ കരുതുന്നു. അതുകൊണ്ട് എനിക്ക് ആകെ പറയാനുള്ളത്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പണ്ട് നമ്മളോടുകൂടെ ആളുകൾ പറഞ്ഞില്ലേ, അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു നായകനും നായകനല്ല, ആ നായകനെ നിങ്ങൾ പഠിക്കണം. അയാൾക്ക് ഇത് എഴുതാൻ സാധിക്കുമോ എന്ന്, അതോ ഇത് ChatGPT എഴുതിയതാണോ? അപ്പോൾ അതിനുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഒരു രാത്രി കൊണ്ട് എന്താണ്, പണ്ടൊരു വയലാറിൻ്റെ പാട്ട്, ഒരു രാത്രി കൊണ്ടത് തല്ലിക്കൊഴിക്കും വിധിയുടെ മൗന വിനോദം. അതുപോലെ തന്നെ ഒരു രാത്രി കൊണ്ട് കോട്ടകളും പണിക്കും, ഒരു രാത്രി കൊണ്ട് നക്ഷത്രദ്വീപുകളും സമൂഹങ്ങളെല്ലാം ഉണ്ടാക്കും കാലം എന്ന് പറയുന്നത് പോലെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് വലിയ സെലിബ്രിറ്റിയായി മാറാനും ഇന്ന് സാധിക്കും. ഈ കാലത്ത് നമ്മൾ പഠിച്ചു ശീലിച്ച, നമ്മൾ വായിച്ചു ശീലിച്ച അച്ചടക്കമുള്ള, ആത്മാവിൻ്റെ സ്പർശമുള്ള, അനുഭവത്തിൻ്റെ രക്തക്കറ പുരണ്ട സാഹിത്യം നമുക്ക് അന്യമാവുകയാണോ? കൃത്രിമമായ ഒരു സാഹിത്യം നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുകയാണോ എന്ന ജാഗ്രത കൊണ്ട് ഈ സാഹിത്യത്തിൻ്റെ ഈ കൃത്രിമമായിട്ടുള്ള അശ്വമേധത്തെ പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട്